പയ്യന്നൂർ കോറോത്തെ 2ാം ക്ലാസ്സുകാരൻ്റെ ഡയറി കുറിപ്പ് 1ാം തരത്തിലെ കേരള പാഠാവലിയിലെ പാഠഭാഗമായി. കോറോം മുത്തത്തി SVUP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സി ആദിദേവ് ഓന്തിനെക്കുറിച്ച് എഴുതിയ കുറിപ്പാണ് കേരള പാഠാവലിയിൽ എത്തിയത്. ഓന്ത് മുട്ടയിടമോ? കോറോം മുത്തത്തി SVUP സ്കൂളിൽ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ സി ആദിദേവ് ഓന്തിനെക്കുറിച്ച് എഴുതിയ കുറിപ്പാണ്. ഈ കുറിപ്പ് ഇന്ന് കേരള പാഠാവലിയുടെ ഭാഗമാണ്. കുട്ടികൾ എഴുതിയ ഡയറി പരിശോധിച്ച അധ്യാപിക TV സതിയുടെ കയ്യിലാണ് ആദിദേവിൻ്റെ കുറിപ്പ് ആദ്യം കിട്ടുന്നത്. എൻ്റെ വീട്ടിലെ ചെടിയുടെ താഴെ ഓന്തിനെ കണ്ടു. ഞാൻ അതിനെ കുറച്ച് സമയം നോക്കി. അപ്പോൾ ഓന്ത് കുഴിയുണ്ടാക്കുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു ഒന്നും ചെയ്യരുത്. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ കുഴിയിൽ കുറേ മുട്ടകൾ. പിന്നെ ഓന്ത് കുഴിയിലേക്ക് മണ്ണ് നിറച്ചു. അതിനുശേഷം അതിനെ കാണുന്നില്ല. ഇതായിരുന്നു ആ കുറിപ്പ്. മരം മുറിക്കാൻ എണ്ണ വേണോ? പ്രാവിന് നിറം കൊടുത്ത കുസൃതി, തേളിൻ്റെ ആക്രമണത്തിൽ നിന്ന് അച്ഛനെ രക്ഷിച്ച കോഴി തുടങ്ങിയ തലക്കെട്ടുകളിൽ വേറെയും കുറിപ്പുണ്ടായിരുന്നു. എഴുത്തിലെ ഭംഗിയും നിരീക്ഷണത്തിലെ കൗതുകവും തിരിച്ചറിഞ്ഞ അധ്യാപകരും സ്കൂൾ അധികൃതരും ചേർന്ന് ആദിദേവിൻ്റെ കുറിപ്പും മറ്റു കുട്ടികളുടെ സൃഷ്ടിയും ചേർത്ത് കുഞ്ഞെഴുത്തുകൾ എന്ന പേരിൽ സംയുക്ത ഡയറി പുറത്തിറക്കി. ആദിദേവിൻ്റെ കുറിപ്പ് പിന്നീട് യുറീക്കയിലും അച്ചടിച്ചു വന്നു. ഈ വർഷം 2ാം ക്ലാസ്സിലെത്തിയ ആദിദേവ് എഴുത്തു തുടർന്നതോടെ പ്രധാന അധ്യാപകൻ പയ്യന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററിലേക്കും NCERTയിലേക്കും കൊച്ചുമിടുക്കുന്ന കുറിപ്പുകൾ അയച്ചു. അങ്ങനെയാണ് 1ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകമായ കേരള പാഠാവലിയുടെ 2ാം പതിപ്പിൽ ആദിദേവിൻ്റെ കുറിപ്പുകൾ ഉൾപ്പെട്ടത്. ആദിദേവിൻ്റെ ഡയറി കുറിപ്പ് ഇന്നിപ്പോൾ കേരളത്തിൽ എല്ലാ ദിക്കിലും ചർച്ച ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചോളം പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചോളം ഒരു പ്രചോദനമാണ്. ഇനി വരുന്ന കുട്ടികൾക്കും അത് പഠിക്കുവാനും അതുപോലെ തന്നെ കൂടുതൽ ഡയറി എഴുതുവാനും സമൂഹത്തെ അല്ലെങ്കിൽ ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ആദിദേവിൻ്റെ ഡയറി കുറിപ്പ്. ആദിദേവിൻ്റെ ഡയറി വളരെ വ്യത്യസ്തമായി തോന്നിയതുകൊണ്ട് ഞാനത് സ്റ്റേറ്റ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുകയും അതൊരു പുസ്തകമാക്കി മാറ്റാനുള്ള നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് പുസ്തകമാക്കി മാറ്റുകയും എനിക്കതിൽ നല്ല ചാരിതാർത്ഥ്യമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സംരംഭം ചെയ്യാൻ പറ്റിയതിൽ. കോറോം പരമന്തട്ടയിലെ കൂലിപ്പണിക്കാരനായ K പ്രകാശിൻ്റെയും C ബിന്ദുവിൻ്റെയും മകനാണ് ആദിദേവ്. കോറോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ആശിഷ് സഹോദരനാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.